മനസ്സിലായില്ലേ? നശിച്ച് മുടിഞ്ഞ് പണ്ടാരം അടങ്ങി 4-5 ഇടത്ത് കൊടുത്തിട്ട് കൊണ്ടിരുന്ന സെറ്റാണ്. നമ്മൾ ടൈം പോലും നോക്കാതെ ഇരുന്ന് റെഡിയാക്കി കൊടുക്കുമ്പോൾ അതുകൂട്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കലി വരും. പറഞ്ഞ് മനസ്സിലായില്ലേ? പണിയെടുത്തോണ്ട് അതിൻ്റെ വേദന അറിയത്തുള്ളൂ. കറണ്ട് ഓൾട്ടായി പോയി, നീ അത് ഓഫ് ചെയ്തിട്ട് ആ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇൻവെർട്ടർ പൊക്കോളൂ. ഇൻവെർട്ടറിൻ്റെ ഫ്രണ്ട് ഓൺ ചെയ്തിട്ട്. ഇതാണ് ഇവിടുത്തെ പരിപാടി. ഇതിങ്ങനെ ഇനിയിപ്പോൾ ചിലപ്പോൾ ഇത് വൈകിട്ടായിരിക്കും വരുന്നത്. ഇതാണ് അവസ്ഥ. എന്നാ ടച്ചിങ് ഇതൊക്കെ തൂക്കി വെച്ചിരിക്കുക. ഏസി നിർത്തിയാൽ ഓഫ് ചെയ്താൽ മതി. എറർ വന്നല്ലോ. അപ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ. എന്നാൽ അങ്ങനെ ഒരു വിഷയമില്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. എല്ലാവരെയും അങ്ങനെ നമുക്ക് അടച്ചു പറയാൻ പറ്റില്ല. എന്നെ പൈസ ആണെങ്കിലും എനിക്ക് എൻ്റെ സെറ്റ് ചെയ്ത് കിട്ടാമോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ 70% ഉണ്ട്. അതൊരു നല്ല ആൾക്കാരാണ് കൂടുതലും. ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കും. ഇപ്പം നമ്മളത് അങ്ങനെ കൂടുതലായിട്ട് മേടിക്കാൻ ഒരിക്കലും പറ്റിയല്ലോ. ഇപ്പോൾ കൂടിപ്പോയ 1000 രൂപ അല്ല 1500 രൂപ സർവീസ് ചാർജൊക്കെ മേടിക്കുന്നത്. 3 ദിവസം ഇരുന്നിട്ട് 4 ദിവസം ഇരുന്നിട്ടായിരിക്കും 1500 രൂപ സർവീസ് ചാർജ് മേടിക്കുന്നത്. അത് കൂടുതലാണെന്ന് പറഞ്ഞാൽ ഒക്കുമോ? ഇന്ന് 1500 രൂപ ഹോട്ടലിൽ കയറി 2 പേര് ഭക്ഷണം കഴിക്കണ 1000 രൂപ ആ അവസ്ഥയായി കാര്യങ്ങൾ. അപ്പം അതുകൊണ്ടാണ് ഈ ഫീൽഡ് തന്നെ എല്ലാവരും വിട്ടിട്ട് പോകുന്നത്. ഇപ്പോൾ പണിയാൻ ആരുമില്ല, ആരും ഒന്നും ചെയ്യല. കാരണം എന്ന് വെച്ചാൽ ഇത് ചെയ്തിട്ട് കാര്യമില്ല. അവന് വേറെ എന്തെങ്കിലും. ഇപ്പം എന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം വന്ന 2-3 ഇലക്ട്രോണിക്സ് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പിള്ളേരോട് പോകുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിപ്പോൾ വയറിങ്ങിന് പോവാ സോണിച്ചേട്ടാന്ന് പറഞ്ഞു. വേറെ പരാതിയൊന്നും ഇല്ലല്ലോ. കാരണം എന്നാ, രാവിലെ വയറിങ്ങിന് പോയാൽ വൈകുന്നേരം ആകുമ്പോൾ 1200 1500 രൂപ കിട്ടും. അത് മേടിക്കുക, വീട്ടിൽ പോവുക. ഈ സെറ്റ് ശരിയായി കൊടുത്തു കഴിഞ്ഞാൽ 4 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് കേടായെന്നിരിക്കും. ഇലക്ട്രോണിക് സാധനമല്ല, ചിലപ്പോൾ 1 മാസം കഴിഞ്ഞ് കേടായെന്നിരിക്കും. ഈ കേടായി കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കി കൊടുത്ത എനിക്കായിരിക്കും 100% ഉത്തരവാദിത്വം എന്ന് പുള്ളി പറഞ്ഞു. അതായത് ഉപയോഗിച്ചവനോ കേടാക്കിക്കൊണ്ട് വന്ന കസ്റ്റമർക്കോ ഇത് ഉണ്ടാക്കി കൊടുത്തവനോ. ഇതിപ്പോൾ ക്രോമായ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അവർക്കൊന്നും ആയിരിക്കാമല്ലോ ഉത്തരവാദിത്വം. ഇതിനകത്ത് നന്നാക്കി 500 രൂപ മേടിച്ചാൽ എനിക്കായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഞാൻ സൈ കെട്ടിട്ട് മടുത്തിട്ട് നിർത്തിയാൽ. ഞാനിപ്പോൾ ഒത്തിരി പേരോട് ചോദിച്ചു. നമ്മുടെ ഫീൽഡിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ സംഘടനയിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും ഇപ്പോൾ ഇല്ല, ആക്റ്റീവ് അല്ല. എല്ലാവരും എന്നെ എടുക്കുകയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ വയറിങ്ങിന് പോവുക, ഞങ്ങളിപ്പോൾ പെയിൻ്റ് അടിക്കാൻ പോവുക, മേസ്തിരിപ്പണിക്ക് പോവുക, മൈക്കാടിന് പോകാമെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഇത്രയും പഠിച്ച് കഴിവുള്ള യുവന്മാരൊക്കെ ഇത് പോകേണ്ടി വരുന്നതന്നെ. ഇതിപ്പോൾ ചെയ്ത് കൊടുക്കാൻ ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അത് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ചെയ്യുന്നിടം വരെ ഓക്കെ. ചെയ്ത് കഴിയുമ്പോൾ ചോദിക്കും അത്ര ആവുമോ ഇത്ര ആവുമോ. നമ്മളൊരു വർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം മാറിയിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോഴേ ഞാനിപ്പോൾ അന്നേരം ഈ കസ്റ്റമറെ വിളിച്ചോളൂ, ഞാൻ ആ വർക്ക് ക്യാൻസൽ ചെയ്യുകയാണ്. കാരണം ആ സ്പെയർ കിട്ടാനില്ലാത്ത സ്പെയറാണ്, ഞാൻ നേരത്തെ മേടിച്ച് വെച്ചിരുന്നതുകൊണ്ടാണ്. അതിന് 100 പേര് ആവശ്യക്കാർ ഇരിപ്പുണ്ട്. ആ സെയിം സെറ്റ് ഒരു 20 എണ്ണമെങ്കിലും ഗോഡൗണിൽ ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് ഞാൻ ഒരു മര്യാദ കാണിച്ചു കൊടുത്തതാണ്. പറഞ്ഞു മനസ്സിലായി. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വിഷയം. വേറെ വിഷയം അതെ അതെ. ആവശ്യമുള്ളതും കാശ് തരാൻ തയ്യാറായിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന്. എസ്റ്റിമേറ്റ് പറഞ്ഞോളൂ, ഞാൻ ക്യാൻസൽ ചെയ്തു. പക്ഷേ ഈ ക്യാൻസൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം, എൻ്റെ 1 ഡേ പോയി. ഇയാളോട് കാശ് ചോദിച്ചാൽ വല്ലതും തരുമോ? ശരിയായില്ലല്ലോ, അതിന് കാശ് വേണമെന്ന് ചോദിക്കരുത്. അപ്പോൾ ഒരു ദിവസത്തെ എൻ്റെ മെനക്കേട് കൂലി ആര് തരും? അതാണ് ഈ ഫീൽഡ്. ഞങ്ങളിപ്പം അതുകൊണ്ട് ചെയ്യണമെന്നുള്ള ആൾക്കാരെ മാത്രം ക്രിം ചെയ്തെടുക്കുന്നുള്ളൂ. അറിയാൻ മേലാത്തവരുടെ ഇതെല്ലാം കൊണ്ടുപോയി കൊടുത്താലേ അവർ മുഴുവനും അറിയാൻ മേലല്ലോ അവർക്ക് അതിൻ്റെ എന്നാ കംപ്ലൈൻ്റ് എന്ന്. നമുക്കിവിടെ സ്ഥിരം വരുന്നതുകൊണ്ട് നമുക്ക് ഇതിന് എന്നാണ് ഒരു ഇത് കാണിച്ച എന്താ കംപ്ലൈൻ്റ് എന്ന് നമുക്കറിയാം. ഹലോ, കംപ്ലൈൻ്റ് അറിയാതെ പണിതിട്ട് പല കാര്യം. ഹലോ, അങ്ങനെ പണിത് എല്ലാം കുളം തോന്നിയിട്ട് പിന്നെ ഇവിടെ കൊണ്ടുവരും. അത് പിന്നെ ശരിയാക്കണേ 2 ദിവസം ടച്ച് സ്പെയറും ഇതിൻ്റെ മുഴുവൻ സ്ട്രിപ്പും കളഞ്ഞിരിക്കുക. എന്നിട്ട് സ്ട്രിപ്പ് കിട്ടാനില്ല എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുക. പറഞ്ഞ മനസ്സിലായി. സ്ട്രിപ്പെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഹലോ, 400 വരുമ്പോഴത്തേക്ക് 6750 രൂപ വരും. ഓക്കെ, ശരി. ഞാനിതിൻ്റെ 2 സ്പീക്കർ കൊടുത്താൽ എന്ത് എഫക്റ്റ് വരുമെന്ന് ആദ്യം ഞാൻ കേൾപ്പിക്കാം. സബ്വൂഫറിന് നമുക്ക് സെപ്പറേറ്റ് ഓടുക. ഇപ്പോൾ 2 സ്പീക്കർ മാത്രം നമ്മൾ കൊടുത്താൽ നമുക്ക് എന്ത് ഇത് വരുമെന്ന് കേൾപ്പിക്കാം. അവിടെ ഒരു ലൈറ്റ് ഇട്ട് വെച്ചേരേ, കറണ്ട് വരുമ്പോൾ അറിയാം. അതെയോ? പിന്നെ ഇത് ബ്ലൂടൂത്ത് ആപ്പുള്ളതിന്. അപ്പോൾ മൊബൈലിൽ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലെല്ലാം ഈക്വലൈസ് റൂട്ട് ചെയ്യുകയും കൂട്ടുകയും നെക്സ്റ്റ് പാട്ട് എടുക്കുക എല്ലാം ചെയ്യാം.
മൊബൈലൊരു ഇതിപ്പോൾ നമ്മളൊരു ഫുൾ ഓളയത്തിലിട്ടാൽ പോലും ഇതിന് മൂളിച്ച് വരും, അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അവിടെ ഇരുന്നോളും, കൺട്രോളും എല്ലാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സോണിയുടെ പാർട്ടി സ്പീക്കറെല്ലാം അങ്ങനെ ചെയ്ത് വിട്ടിട്ടുണ്ട്. അതിന് ഞാൻ സബ് വൂഫർ ഞാൻ ചെയ്തിട്ടില്ല, ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അല്ല, സോണിയുടെ പാർട്ടി സ്പീക്കറിനെ 2.1 അത് ഞാൻ മനസ്സിലായി. ഇതിപ്പോൾ അഴിക്കുമ്പോൾ ഒന്ന് നോക്കിക്കോളൂ, ഇത് സബ് വൂഫറാണോ ഊഫറാണോ എന്ന് നോക്കിക്കോളൂ. അത് ഡ്യുവൽ മാഗ്നറ്റ് ആയിരിക്കും സബ് വൂഫറാണ്. പിന്നെ അതിൽ എഴുതിയിട്ട് കാണും, അതിൻ്റെ പുറകിൽ എഴുതിയിട്ട് കാണും. അത് പിന്നെ കാണുമ്പോൾ അറിയാം എന്താ അതിന് പറയുന്നത്. അത് മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും വേറൊരു രീതിയിലാണ് അതിൻ്റെ. ഒരു മാഗ്നറ്റ് അങ്ങോട്ടും ഒരു മാഗ്നറ്റ് ഇങ്ങോട്ടും, ഇങ്ങനെ ഡ്യുവൽ മാഗ്നറ്റ് വരും. അതൊരെണ്ണം പൊട്ടിച്ചെറിയ, അതായത് ഡ്യുവൽ മാഗ്നറ്റ് ഇട്ടോ നോക്കി. ഇതുണ്ട്, ഇവിടെ സബ് വൂഫർ എന്ന് എഴുതിയിട്ടുണ്ട്. സബ് വൂഫർ എന്നാണ് LF സീരീസ് സബ് വൂഫർ എന്ന് എഴുതിയത്. ഇത് മാഗ്നറ്റിന് വ്യത്യാസമുണ്ട്. മാഗ്നറ്റിൻ്റെ പവർ ഒരെണ്ണം തിരിച്ചും മറിച്ചുമാണ്. കണ്ടോ, ഇതൊരു മാഗ്നറ്റാണ്, ഇതിൻ്റെ അടിയിലിരിക്കുന്ന അടുത്ത മാഗ്നറ്റാണ്, ഡ്യുവൽ മാഗ്നറ്റ്. ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അറിയാം. അതിൽ പിന്നെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കോളൂ. സബ് ഊഫർ ആയിരിക്കില്ല, അത് ഊഫറെന്നേ കാണുള്ളൂ. ഊഫർ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ല, ഇത് മതി, ഇത് ആവശ്യത്തിന് നല്ല ഇതുണ്ട്. ഇത് ഞാൻ പെൻഡ്രൈവും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട്. പെൻഡ്രൈവ് എന്ത് ഇവിടെ കിടന്ന് ഞാൻ കുത്തിക്കണം. ഞാൻ LCD ബോർഡിലൊന്ന് വിളിച്ച് നോക്കാം. കറണ്ട്
സ്വീറ്റൻ്റെ ഒരു ഇന്ത്യൻ സ്പീക്കറാണ്. 10 ഇഞ്ചുണ്ട്, 10 ഇഞ്ച്. ഇവർ പ്രൊഫഷണൽ ഓഡിയോസ് ഒത്തിരി ചെയ്യുന്ന നല്ലൊരു കമ്പനിയാണ്. ഇവരുടെ സ്പീക്കേഴ്സ് എല്ലാം നല്ലതാണ്, സബ്വൂഫർ നല്ലതാണ്. അപ്പോൾ ഇതൊരു 2500 രൂപ റേഞ്ചിൽ വരുന്ന ഒരു സെറ്റാണ്, സ്പീക്കറാണ്. അപ്പോൾ അത് ഞാനൊന്ന് പൊട്ടിച്ച് അതിൻ്റെ ഇതൊന്ന് കാണിക്കാനാണ്. നല്ല ഇതാണ്, നല്ല സ്പൈഡർ എല്ലാം നല്ല ഹെവി മാഗ്നറ്റുമാണ്. ഇവിടെ ഇവർ എഴുതിയിരിക്കുന്നത് 4 ohms 320 വാട്ട്സ് പീക്ക് പവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി കൂടുതൽ RMS വല്ലതും ഉണ്ട്, ആ കൂടിഞ്ഞെടുത്തേ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒരു പ്രാവശ്യം കൂടെ പറയാം. സ്പീക്കർ കമത്തി വെച്ച് കഴിയുമ്പോൾ സ്പീക്കറിൻ്റെ റൈറ്റ് സൈഡിൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതൊരു സ്റ്റാൻഡേർഡ് രീതിയാണ്. മിക്കവാറും എല്ലാ കമ്പനികളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ കറണ്ട് പോയി കിടക്കുവാണ്. നമുക്ക് തക്കാലം ചുറ്റാം. റെഡ് കളർ ഞാൻ പോസിറ്റീവായിട്ട് കൊടുക്കുവാണ്. കളറില്ലാത്ത നെഗറ്റീവിലും കൊടുത്തു. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വയറിൻ്റെ ഗേജ് നിങ്ങൾ കണ്ടല്ലോ, 0.75 ഉള്ള വയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗേജുള്ള വയറുകൾ യൂസ് ചെയ്യുക എല്ലാത്തും. സബ്വൂഫറൊക്കെ എടുക്കുമ്പോൾ ഗേജ് വേണം. സപ്ലൈ കൊടുക്കുമ്പോൾ ഇത് സപ്ലൈ 2 എടുത്തിരിക്കുന്നത്. ചെറിയ വയറുകൾ കൊടുത്തിട്ട് സാധനം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. സപ്ലൈ കൊടുക്കുന്ന എപ്പോഴും 2 എങ്കിലും 1.5 എങ്കിലും കൊടുക്കണം. സ്പീക്കറിന് ഒരു 0.75 എങ്കിലും കൊടുക്കണം. ഇത് പ്രത്യേകിച്ച് ഡി ക്ലാസ്സിന്, കാരണം ഇത് ആംബിയർ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്പീക്കറാണ്. അപ്പോൾ TV21 വലിയ വില കൂടിയ സബ്വൂഫറൊന്നും ആവശ്യമില്ല. 2500 രൂപയുടെ ഈ സബ്വൂഫർ നല്ല വർക്കിംഗ് ആണ്. ഉണ്ടല്ലോ, ഒരു പെട്ടിയിലോട്ട് കൊടുത്താൽ നല്ല ഇടി ഇടിച്ചോളൂ. ഹലോ, ഉണ്ടെന്നാ എല്ലാവരോടും പറയുന്നത്. ഞാനത് അതും കൂടെ ഞാൻ പറയാം. ഞാനത് എന്നെ പറ്റുന്ന എൻ്റെ അറിവനുസരിച്ച് എൻ്റെ കഴിവനുസരിച്ച് ഞാൻ ചെയ്തു തരാമെന്ന് നോക്കാം. പറ്റിയില്ലെങ്കിലും ഒന്നും തോന്നരുത്, പറഞ്ഞ മനസ്സിലായില്ല. അപ്പം നമ്മളൊരു ട്രൈ ചെയ്യാമെന്നാണ് പറയുന്നത്, മനസ്സിലായില്ല. ഇപ്പോൾ ഇലക്ട്രോണിക് സാധനമല്ലേ, ഇതിപ്പോൾ ഉണ്ടാക്കിയ കമ്പനിക്ക് പോലും ഉത്തരവാദിത്വമില്ല പലതും, പറഞ്ഞ മനസ്സിലായി. ഇന്നലെ ഞാനൊരു 3 സോണിയുടെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ച സാധനം ശരിയായി കഴിയുമ്പോൾ ആൾക്കാർ ബില്ല് പറയുമ്പോൾ അയ്യോ അത്ര ആയെന്ന് ചോദിക്കും. അതാണ് അതിൻ്റെ അകത്തെ കുഴപ്പം. നമ്മളിത് 2-3 ദിവസം ഇരുന്ന് കഷ്ടപ്പെട്ട് പണിയുമ്പോൾ ഈ പറയുന്ന പൈസ ഒന്നും കിട്ടത്തില്ല, പറഞ്ഞ മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ അല്ലേ, ഇത് നല്ല വർക്കിംഗ് ആണ്. ഇത് ഒരു 2500 രൂപയ്ക്ക് ഒരു നല്ല ഊഫറാണ്, നല്ല വർക്കിംഗ്. നല്ലതാണെന്ന് പറഞ്ഞാൽ ഞാനിത് പുതുതായിട്ട് ഞാനത് ചെക്ക് ചെയ്തില്ലായിരുന്നു. ചെക്ക് ചെയ്യാഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെക്ക് ചെയ്തത്, ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാം. കാരണം സോണിയൊക്കെ വേണേൽ 6000 രൂപ കൊടുക്കണ്ടേ, അത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പകുതി താഴെ വിലയല്ലേ ഉള്ളൂ.
push back. Don't 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 push back. നല്ല ഡെപ്തുള്ള ഒരു ബോക്സ് കൂടെ മേടിച്ച് വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ കാലിൽ സോൾഡർ ചെയ്യണേ. സോൾഡർ ചെയ്താലോ കാല് മറ്റേ സോൾഡർ ചെയ്ത് പുറത്തേക്ക് ഇറക്കണമല്ലോ മറ്റേൻ്റെ. അപ്പോൾ ഈ കാല് നല്ലപോലെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി സോൾഡർ ചെയ്യണം. ഇതഴിച്ചു. ആ ഇതിപ്പോൾ ഇതിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ തക്കാലം ചെക്ക് ചെയ്യാൻ ഇങ്ങനെ വയറിങ്ങനെ കൊളുത്തി വെച്ചാണ് ഇത് വർക്ക് ചെയ്തത്. ഒരു കാരണവശാലും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ ജസ്റ്റ് നമ്മളൊരു ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തെന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നല്ലപോലെ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് നല്ലപോലെ ലെഡിട്ട് സോൾഡർ ചെയ്ത് വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ ഈ സാധനം ലൂസ് വന്നു കഴിഞ്ഞാൽ ഹൈ കറണ്ട് ഉള്ളതുകൊണ്ട് ആംപ്ലിഫയറിനോ സ്പീക്കറിനും കംപ്ലൈൻറ്റ് ഉണ്ടാകാം. ഓക്കെ, ഷിട്രോൺ ഇനിയൊരു ടവർ പോയിട്ട് അതിന് ഫിറ്റ് ചെയ്യാൻ ആ ആംപ്ലിഫയർ അവർ കൊണ്ടുപോയി. അവരാ സാധനം പോലും കൊണ്ടുവന്നില്ലല്ലോ. അതിനൊരു സബ്വൂഫറോടെ ഞാൻ കൊടുത്തു വിട്ടതാണ്. ആ യമഹയുടെ സ്പീക്കറാണ്. ഒറിജിനലും പിന്നെ വേറെ രണ്ടെണ്ണം എക്സ്ട്രാ വെക്കാൻ വേറെ രണ്ടെണ്ണം ഇതുണ്ട് ഐ സി. ഇതിലേക്ക് ഇതുണ്ട് ഐ സിയുടെ കാലാണോന്ന് അറിയത്തില്ല. ഇതുണ്ടോ കുറേ സാധനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ക്ലീൻ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. ഈ ബോർഡാണ് അവർ പറയുന്ന ബോർഡ്. അത് LIC അച്ഛൻ്റെ കൂടെ ആകെ വന്നിട്ട് ഇങ്ങോട്ട് വരാതിരിക്കുന്നത്. അച്ഛനുണ്ടായിരുന്നോ? ഞാൻ അമ്മയുള്ളതെന്ന് ഓർത്തായിരുന്നു. അമ്മയുടെ കാര്യം എപ്പോഴും ഇവിടെ പറയാറുള്ളൂ. അമ്മയുടെ കാര്യം എപ്പോഴും പുള്ളി പറയും. അതുകൊണ്ട് ഞാനോർത്ത് ശിഷ്യനെ രാവിലെ കണ്ടില്ല. അതങ്ങനെയാ പുള്ളി. ആ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പുള്ളി വരുവോ വരികയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. വന്നാൽ വന്നു. പ്രായമില്ലെന്നാണ് നീ ഫോട്ടോയിൽ കണ്ടപ്പോൾ കൊച്ചു വേണ്ടാന്ന് ഓർത്തല്ലേ? നിന്നേക്കാളും പ്രായമുള്ള മകളുണ്ട്. യമഹ. സ്റ്റിക്കർ മാത്രമേ കണ്ടുള്ളൂ. ആ ഇതല്ലേ യമഹ ഇവിടെ ഉണ്ട്. ഈ ഡിസ്പ്ലേക്ക് ഇത്ര ഇതേ ഉള്ളായിരുന്നോ? ഗൾഫ് നമ്മുടെ ആൾക്കാരൊക്കെ വിദേശത്ത് പോയി. ഇത് ഫങ്ഷൻ ആവുന്നുണ്ട്. ഇനി ആമ്പിന് എന്തായാലും പ്രശ്നം ഉണ്ടായാലേ ഉള്ളൂ. എത്ര സ്പീക്കറുകളുണ്ട്? ഒത്തിരി സ്പീക്കറുണ്ട് അല്ലേ? ഇപ്പം ബസ്സിനാണോ? 7 ഉണ്ട്. 7 ചാനലും ഉണ്ട്. ഓക്കെ. എനിക്ക് ഇതേ സ്ക്രൂ ഇട്ടോ മോളെ. ഇതൊന്ന് നോക്കാം. അതിനിടയിൽ കുഴപ്പമില്ല. ഞാൻ നോക്കാം. സമയം പോലെ നോക്കാം. കറണ്ട് വരും. എന്ത് സാധനം കൈകാര്യം ചെയ്യുമ്പോഴും ആദ്യം കറണ്ട് വരണം. ഞാൻ കവറിട്ട് തരാം. പഴയ മോഡലായാലേ നിലവിൽ ഓരോ എറണാകുളത്ത് കൊടുത്തപ്പോഴില്ല ആ റബ്ബർ പോയി. ഞാനേ ഒരു പഴയ ഓഡിയോ മെക്കാനിക്കിനെ ഇതെല്ലാം നന്നാക്കുന്ന ഒരാളായിരുന്നു. ഒരുത്തനെ വിളിച്ചേ. എനിക്കൊരു സഹായത്തിന് വിളിച്ച. എന്താണ് വേണ്ടത്? സബൂഫറോ? തരാം. ഇരിക്കെ ഈ ചേർന്ന് കാണിക്കാം. അത് സ്ക്രൂ ഇട്ടോ, ബാക്കി സ്ക്രൂ ഇട്ടോ. ഈ ചേർന്ന് എഴുതി പെട്ടെന്ന് വിട്ടാരേ എഴുതി.
കേട്ടോ ഏ ഞങ്ങൾ സ്ഥിരം കാണുന്ന ചെറിയ വിലയുള്ളൂ. ഇത് സെറ്റായിരുന്നോ സാറേ? 890 രൂപ. ഇത് SJ200 എന്ന് പറഞ്ഞ മൈക്കുള്ള ഡ്യുവൽ മൈക്കുള്ള ആംപ്ലിഫയർ ആണ്. 2 മൈക്ക് കൊടുക്കാം അല്ലേ? ആ ഉണ്ടോ? മൈക്ക് ഇപ്പം തന്നെ ഓണായി നിൽക്കുക, വെറുതെ കൊട്ടിയാൽ മൈക്കുക. മൈക്ക് കണക്ട് പോലും ചെയ്യണ്ട, അത്രയും പിക്കപ്പാണ് മൈക്കിന്. മൈക്ക് കണക്ട് പോലും കൊടുത്തില്ല. ഹലോ ഹലോ മൈക്രോ ടെസ്റ്റിംഗ്. ഹലോ 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 മൈക്രോ ടെസ്റ്റിംഗ്. ഹലോ. ഇതിപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വോളിയം കൂടുതലായുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ ഒരു കരാക്ക വരണമെങ്കിൽ അതിൻ്റെ കൂടെ പാടിയാൽ മതി. മൊബൈലിൽ നിന്ന് വിട്ടു കൊടുക്കാം, പെൻഡ്രൈവിൽ നിന്നും വിട്ടു കൊടുത്തുകൊണ്ട് പാടാം, കൂടെ പാടാം. ഇതിൻ്റെ വോളിയം സെപ്പറേറ്റാണ്. അതായത് ഈ മൈക്കിൻ്റെ വോളിയം സെപ്പറേറ്റാണ്, മൈക്കിൻ്റെ എക്കോ സെപ്പറേറ്റാണ്. ഈ നമ്മുടെ കരാക്കയുടെ വോളിയം സെപ്പറേറ്റാണ്, ഇത് സെപ്പറേറ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യം പോലെ ഇതിന് വോളിയം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ബോക്സ് ഒന്നുമില്ല, ഇത് ഫിനിഷ്ഡാണ്. ഇത് നേരെ 2 സ്പീക്കർ ഒന്നും ചെയ്യണ്ട, ഇത് ഷോക്കൊന്നും അടിക്കുന്നൊന്നും. അങ്ങനെ വെച്ചാൽ മതി. ഹലോ ഹലോ മൈക്രോ ടെസ്റ്റിംഗ്. ഹലോ ഹലോ മൈക്രോ ടെസ്റ്റിംഗ്. ഹലോ ഹലോ മൈക്രോ ടെസ്റ്റിംഗ്. നമുക്ക് ഇതൊരു മിക്സറായിട്ടും കൂടെ വർക്കാകുക. അതായത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ആ സൗണ്ട് കൂട്ടാൻ. ഇതിപ്പോൾ ആ സൗണ്ടാണ് കൂട്ടണമെങ്കിൽ കൂട്ടി അതിൻ്റെ കൂടെ പാടിയാൽ മതി. Hello, hello, micro testing. Hello, hello, hello. We are reaching for the sun, making this and I wonder where you രണ്ട് മൈക്ക് ഒരേ സമയം യൂസ് ചെയ്യാം. ഇതിപ്പോൾ എക്കോ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ എക്കോ മാറ്റി എക്കോ നമുക്ക് കട്ട് ചെയ്ത് ഇപ്പം എക്കോ പോയി. എക്കോയ്ക്ക് നമുക്ക് കൺട്രോളറുണ്ട്, അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എക്കോയും ഡിലേ ഇടാൻ പറ്റും. പിന്നെ സബ് വൂഫറിന് സെപ്പറേറ്റ് വോളിയം, മെയിൻ ചാനലിന് സെപ്പറേറ്റ് വോളിയം, മൈക്കിന് സെപ്പറേറ്റ് വോളിയം, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഞാനിപ്പോൾ പാട്ടിട്ടിരിക്കുകയാണെങ്കിൽ പാട്ട് ഞാൻ കുറച്ചിട്ടിട്ട് എനിക്ക് സംസാരിക്കാം. ഇനിയിപ്പോൾ പാട്ടിൻ്റെ ഒപ്പം കരാക്ക പാടണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഓടിയിട്ട് കൊടുത്താൽ മതി. അത് നമുക്ക് കൺട്രോളുണ്ട്. നമ്മുടെ മ്യൂസിക് എന്തായാലും കയറി വരണമെന്ന് നമ്മൾ കണക്കൂട്ടുകയാണ്. കരാക്ക പാടുന്നവർക്കറിയാം. പിന്നെ ഇത് കൂടാതെ നമുക്ക് പെൻഡ്രൈവും കൂടെ കണക്ട് ചെയ്യാം. പെൻഡ്രൈവ് എവിടെ? പിന്നെ ടി വിയുടെ സൗണ്ടും കൊടുക്കാം. കണക്ട് ചെയ്യുമ്പോൾ ഇത് 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 കണക്ഷൻ അതിൻ്റെ പിന്നെ കുത്തിയാൽ മതി. കേൾക്കാൻ പറ്റും. ഇത് പെൻഡ്രൈവ്. ഈ സ്പീക്കർ താങ്ങുന്നില്ല, അത്ര പവർ ഉണ്ട് ഇതിന്. അതെ, എഴുതി തരാം. ഒരു പേപ്പർ ഞാൻ അനുസരിച്ച്
സോണി തന്നെ മതി. വെക്കുമ്പോ ഒറ്റ സോണി ആയിട്ട് 6-9 4990 ലെൻസി. അതിനും കൊടുക്കണം 10-25,000 രൂപ വില കൊടുത്താണ് നമ്മളിത് വാങ്ങുന്നത്. ഇപ്പോൾ ആ ഹോം തിയേറ്ററിലെ ഇടിയൊന്നും ആർക്കും പോരാ, പറഞ്ഞത് തീരെ പോരാ. ഞാൻ ഈയിടെ പോയി ഒരിടത്ത് നോക്കിയത് മറ്റേ JBL തന്നെ കാണിച്ചു. ആ അത് ബാറാ. ബാറ് അതിന് ഭയങ്കര വിലയും ചോദിച്ചില്ലേ? 19,000. 19,000 രൂപ. പക്ഷെ അതിന്റെ പകുതി ഇടി, ഇതിന്റെ പകുതി ഇടി. എനിക്ക് എന്നാ പറയാ, ഞാൻ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് അവിടെ ചെന്ന് അത് ഇത് നന്ദിലത്തിലാണ്. അതിട്ടിട്ട് ഒരു ഇതുമില്ല. കാരണം അവര് പറഞ്ഞു സ്പേസ് കുറവായോണ്ടോ. ഞാൻ പറഞ്ഞല്ല, എനിക്കറിയാം, ഞാനിത് ചെറുപ്പത്തൊട്ട് കേൾക്കുന്നു നമുക്ക്. പക്ഷേ ഇതിപ്പോ ഇതിനകത്ത് ഇട്ടപ്പോഴേ ഇതാണ് ഇപ്പൊ ഇതിൽ എഫക്ട് വരത്തില്ല. അത് അയ്യോ, ഇത് ഇരട്ടി വലിയ സാധനമല്ലേ. ഇത് 8 ഇഞ്ച് ഊഫറയിലാണ് ഇപ്പോൾ കൊടുത്തത്. ഞാൻ പകുതി ഓളിയെ വെച്ചിട്ടുള്ളതാണ്. നല്ല അത് നമുക്ക് 12 ഇഞ്ച്. അത് 12 ഇഞ്ച് സബ് ഊഫർ, 1800 വാട്ട് സബ് ഊഫറാണ്. അപ്പൊ അതിന് ആംപ്ലിഫയർ ഇത് മതിയായിരിക്കും. മതി, ഇത് മതി. ഇത് അതായത് ഇഷ്ടംപോലെ ഉപയോഗിക്കുന്ന സോണിയുടെ സബ് ഊഫറയിൽ. പിന്നെ 6-9 സ്പീക്കറും അത് ഇഷ്ടംപോലെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എറണാകുളത്ത് നാൾ വരുന്നുണ്ട് അത് ചെയ്യാൻ.